ஆண்டவரோட நாமம் மகிமைப்படுமாറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെയും ഒരു ദിവസം കൂടെ തന്നിരിക്കെ ആണ്ടവർ ഇന്ന് നമ്മൾ വിസാരിക്കാൻ പോകുന്ന എഫെസ്യ ലേഖനം 5:32 മുതൽ കീഴോട്ടാണ് നമ്മൾ വിസാരിക്കാൻ പോകുന്നത്. ആണ്ടവരുടെ സത്യം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കെ അത് നമ്മൾ ഈ 5-ാം അധ്യായത്തിൽ മുഴുവനും വാസിച്ചാച്ച് നമുക്ക് രമ്പ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്നും പിടിയാൻ തക്കോണം ആണ്ടവർ നമുക്ക് ചിത്തം നൽകിയിരിക്കെ ആണ്ടവർ നമ്മളോട് കാണിച്ച കൃപ എത്രയോ പെരുത എന്ന് നമുക്ക് തിരിയും. അതുകൊണ്ട് നമുക്ക് ആണ്ടവരെ നമുക്ക് ஆண்டவருக்கு நம்ம ஸ்துதிச்சிடலாம். இங்கே சொல்லுது ஈ மர்மம் வெளியில ஞான் கிறிஸ்துவனையும் சபையையும் உத்தேசத்தை പറയുது. இங்கே ஆண்டவர் இங்கே சொல்லுது. இங்கே ஆண்டவர் சொல்லுന്ന വാർത്ത என்னன்னு சொல்லிയാൽ ഇത് ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് சொல்லுது. ആദ്യം നമ്മൾ കേട്ടാച്ചേ என்ன കേട്ടാച്ചേ ഭാര്യ ഭർത്താവിനെ പറ്റി കേട്ടാച്ചേ. അന്നേരം ആണ്ടവർ சொல்லுക ഈ ഭാര്യയും ഭർത്താവിന്റെ കാര്യം എന്ന് சொல்லிയാൽ അത് ആരെ പറ്റി சொல்லுவா ആണ്ടവർ சொல்லுது അത് ക്രിസ്തുവും സഭയും. അതായത് അത് ഭാര്യയും ഭർത്താവും എത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഇരിക്കേ നീ ഒന്ന് പാത്ത് വിസാരിച്ച് നോക്കാം. അത് என்ன சொல்லுது ஆண்டவர் சொல்லுന്നത് ഭാര്യയും ഭർത്താവിനെയും പറ്റി പേശിയിട്ട് ആണ്ടവർ சொல்லுന്നത് ഇത് ഒരു മർമ്മം, ഇതൊരു സീക്രട്ട്, ഇത് ഒരു സത്യം, അത് വെളിപ്പെടാതെ വെച്ചിരിക്കുന്നത്. അത് ഞാനിപ്പം വെളിപ്പെടുത്തുക. അത് എന്നതാ? അതായത് ക്രിസ്തു, അതായത് ഒരു മനവിയും ഭർത്താവും എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു മനവിയും ഒരു ഭർത്താവും ഒരു പൊണ്ടാട്ടിയും എന്ന് சொல்லுക, അല്ലെങ്കിൽ ഒരു കണവനും ഒരു ഭാര്യയും എന്ന് சொல்லுക. അത് ആരെ പറ്റി പേശുന്നത്? ആർക്ക് തുല്യമായിട്ട് പേശുന്നത്? അല്ലെ ആരെ പറ്റിയാണ് சொல்லுക? അത് ആണ്ടവരായ യേശു ക്രിസ്തുവും സഭയെ പറ്റിയും சொல்லுക. നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് പാക്കില്ല. എത്രമാത്രം ഇമ്പോർട്ടൻസ് ഇരിക്കെ ആണ്ടവർ നമ്മളോട് പേശുന്നത് ആണ്ടവരായ യേശു ക്രിസ്തുവും സഭയെ പറ്റി. സഭ ആരുതാൻ? നമ്മൾ താൻ. അതായത് നമ്മൾ നേരത്തെ വാസിച്ചാത്തെ നമ്മൾ സഭയുടെ ശരീരമായിരിക്കെ, അതായത് ശരീരമായ നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ ആണ്ടവരുടെ ശരീരമായിരിക്കെ, ആണ്ടവർ നമ്മുടെ തലയായിരിക്കെ, അതായത് നമ്മൾ ഒരു ബോഡി ആയിരിക്കെ, അല്ലെങ്കിൽ നമ്മൾ ഒന്നാണെന്ന് ആണ്ടവർ சொல்லுന്ന സത്യം ഇങ്ങ പിന്നെ சொல்லுക. அதுதான் എന്നോട് சொல்லுക. ഇത് ആരെ പറ്റി ഞാൻ சொல்லுது? എന്നെ പറ്റിയും സഭയെ പറ്റിയും, അത് ആണ്ടവരായ യേശു ക്രിസ്തുവിനെ പറ്റിയും സഭയെ പറ്റിയുമാണ് ഇങ്ങ പേശിയിരിക്കുന്നത്. എന്താ അവൻ എന്നാ சொல்லுது? ഇത് പെരിയ മർമ്മം. 32-ാം വാക്യത്തിൽ പെരിയ മർമ്മം, ചിന്ന മർമ്മമല്ല, ഇത് പെരിയ മർമ്മം. അതായത് അതിന് ഇമ്പോർട്ടൻസ് എത്രമാത്രം കൊടുത്തിരിക്കുന്നത്, അതിന് കൊടുത്തിരിക്കുന്ന മഹിമ എത്രയെന്നും നമ്മൾ പാത്ത് നോക്കാം. ഇത് പെരിയ മർമ്മം ഞാൻ നിന്നോട് சொல்லுது. അത് ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ച്, അതായത് ഞാൻ പേശുന്നത് യേശു ക്രിസ്തുവായ ആണ്ടവരായ യേശു ക്രിസ്തുവും സഭയെ പറ്റി താൻ ഞാൻ പേശുന്നത്. അല്ലാതെ മനവിയും ഭർത്താവും അല്ല, അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയെ പറ്റി അല്ല, ഭാര്യയും അല്ലെങ്കിൽ ഭർത്താവും പൊണ്ടാട്ടിയെ പറ്റി അല്ല சொல்லுது. അതായത് ആണ്ടവരായ യേശു ക്രിസ്തു നമ്മുടെ തലയും നമ്മൾ അവന്റെ പൊണ്ടാട്ടിയും. അത് ആണ്ടവരായ യേശു ക്രിസ്തു നമ്മുടെ തലയും നമ്മൾ അവന്റെ ഭാര്യയും. അതായത് ആണ്ടവരായ യേശു ക്രിസ്തു നമ്മുടെ ഭർത്താവും നമ്മൾ അവന്റെ പ്രിയപ്പെട്ട മനവി, അല്ലെങ്കിൽ പ്രിയപ്പെട്ട പൊണ്ടാട്ടി, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഭാര്യ. അതുതാൻ ഇങ്ങ சொல்லுது. അതിന്റെ സത്യം താൻ ഇങ്ങ சொல்லுது. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇങ്ങ പാക്ക് 33-ാം വാക്യത്തിൽ അപ്പടി, അതിനാൽ അല്ലെങ്കിൽ അപ്പടി എന്നാ சொல்லுது എന്താ? നിങ്ങളും, അല്ലാതെ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ്റെ ഭാര്യയെ തന്നെ പോലെ സ്നേഹിക്കണം. ഇങ്ങ சொல்லுது നിങ്ങൾ ആരെ സ്നേഹിക്കണമെന്ന് சொல்லுது? ആണ്ടവരെ സ്നേഹിക്കണമെന്ന് சொல்லி ആണ്ടവരെ സ്നേഹിക്കണം. അത് ശരി. ഇപ്പൊ ആരെ പറ്റി ഇങ്ങനെ சொல்லுது? ഒരു മർമ്മം சொல்லி, അല്ലെങ്കിൽ ഒരു സത്യം சொல்லிയിട്ട് ആ സത്യം ആരെ പറ്റി சொல்லுകയാണ്? ഒരു പൊണ്ടാട്ടിനെയും ഭർത്താവിനെയും പറ്റിയും, അല്ലെങ്കിൽ ഒരു ഭർത്താവിനെയും ഭാര്യയെ പറ്റിയും, അല്ലെങ്കിൽ ഒരു ഭർത്താവിനെയും ഒരു പൊണ്ടാട്ടിയെ പറ്റിയാണ് சொல்லுது. ഇങ്ങ சொல்லுது എന്നാൽ നിങ്ങൾ അങ്ങനെ തന്നെ, അതേപോലെ തന്നെ, അതായത് സെയിം ഈക്വൽ, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ വ്യത്യാസം വരുത്താൻ എപ്പടി നീ ആണ്ടവരെ നീ നേസിക്കുന്നതോ അതേപോലെ താൻ
ஒரு வித்தியாசமே காணப்படியாது. அதாவது நீ எப்படி ஆண்டவரே நீ நேசிக்கிறதோ, அல்ல நீ சொல்ல ஆண்டவரே ஆண்டவரே என்று நம்மளை கூப்பிட்ட ஆண்டவராய் இயேசு கிறிஸ்துவை நம்ம நேசிக்கவே இல்லையா? அப்படி நேசிக்கிற மாதிரி தான் നമ്മൾ என்ன பண்ணണം? നമ്മുടെ പൊണ്ടാട്ടിയെ നേസിക്കണമെന്ന് ചൊല്ലിയിരിക്കെ. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ്റെ ഭാര്യയെ തന്നെ പോലെ എന്നെ ചൊല്ലുക, താൻ്റെ ഭാര്യയെ നീ മറ്റുള്ളവരുടെ ഭാര്യയെ സ്നേഹിക്കണമെന്നല്ല ചൊല്ലിക്കുക. നീ മറ്റുള്ളവരുടെ ഭാര്യയെ നേസിക്കണമെന്നല്ല ചൊല്ലിക്കുക. ആരുടെ ഭാര്യയെ നേസിക്കണമെന്ന് ചൊല്ലിയത്? തന്താൻ്റെ അല്ല നമ്മുടെ തന്നെ അല്ല നമ്മുടെ ഓൺ ഭാര്യയെ നേസിക്കണമെന്ന് ചൊല്ലിക്കുക. എല്ലാവരും എന്നാ ചെയ്യുന്ന പറയാം, സ്വന്തം ഭാര്യയെ സ്നേഹിക്കാതെ മറ്റുള്ളവരുടെ പൊണ്ടാട്ടിയെ സ്നേഹിച്ചിടും. அப்படியல்ல சொல்லுது. இங்க വളരെ ക്ലിയർ ആയിട്ട് சொல்லு, നീ ആരെ സ്നേഹിക്കുന്നത്? നിന്റെ പൊണ്ടാട്ടിയെ നീ നേസിക്കണം, അല്ലെങ്കിൽ നിന്റെ മനവിയെ നീ നേസിക്കണം, അല്ലെങ്കിൽ നിന്റെ ഭാര്യയെ നീ നേസിക്കണം, നിന്റെ സ്വന്തം ഭാര്യയെ. അത് ആണ്ടവരെ എത്ര അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് നമുക്ക് பார்ക്കാം. സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. അത് മറ്റുമല്ല, ഭാര്യയ്ക്കും ഒരു കമാൻഡ്മെന്റ് കൊടുത്തിരിക്കുക. അല്ലെങ്കിൽ ഭാര്യയ്ക്കും ആണ്ടവരെ ഒരു ഇതുവരെ ഭർത്താവിനോട് പേശിയാച്ച് ഇപ്പം ഭാര്യയോട് ചൊല്ലുക, നീ എന്നെ പണം ഭയപ്പെടണം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഭയപ്പെടുന്ന ചൊല്ലുമ്പോൾ ഒരു സിംഹം നമ്മുടെ മുന്നിൽ വന്നാൽ നമ്മൾ എന്നെപ്പോഴും ഭയപ്പെടും. അല്ലെങ്കിൽ ഒരു പട്ടി കടിക്കാൻ വന്നാൽ, ഒരു നായ നമ്മളെ കടിക്കാൻ വന്നാൽ നമ്മൾ ഭയപ്പെടും. ആ ഭയമല്ല, സ്നേഹത്തിലുള്ള ഭയം. അതായത് നമ്മൾ ആണ്ടവരെ എപ്പടി നേസിക്കുമ്പോൾ നമ്മൾ ആണ്ടവരുടെ ഭയം கிடைக்குமா இல்லையா? അതായത് ആണ്ടവർക്ക് കൊടുക്കുന്ന ഭയം അതേമാതിരി ഭർത്താവിനും നീ കൊടുക്കണം. അതായത് നീ നേസിക്കുന്നത് മൂലം ആ ഭയം അല്ലെ ഭക്തി അല്ലെങ്കിൽ അവനോടുള്ള സ്നേഹം നീ കാണിക്കുക. നീ വിചാരിക്കുക, ഓക്കെ ഇത് ഒന്നുമേ ഇല്ല, എനിക്ക് എൻ്റെ പൊണ്ടാട്ടിയോട് ഞാൻ പൊണ്ടാട്ടിയോട് എന്നാ സ്നേഹിക്കാനാ, എൻ്റെ പൊണ്ടാട്ടി എന്നോട് എന്താ ഭയപ്പെടാനാ? അല്ല, അപ്പടിയല്ല. നീ നേസം മൂലം നീ എന്നാ பண்ணணும்? ஆண்டவரை நேசிக்கணும். அப்படி சபா ஆண்டவரை நேசிக்குமோ அதே போல அப்படிதான் ആരെ നേസിക്കണം? ഭാര്യ ഭർത്താവിനെ നേസിക്കണം, അല്ലെങ്കിൽ ആ ഭാര്യ ഭർത്താവിനെ ഭയപ്പെടണം, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ മഹിമ കൊടുക്കണം, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന് കൊടുക്കേണ്ടുന്ന എല്ലാവിധമായ മഹിമയും അല്ലെങ്കിൽ എല്ലാവിധമായ സപ്പോർട്ടും അല്ലെങ്കിൽ എല്ലാവിധമായ കാര്യങ്ങളും അവന് വേണ്ടി ചെയ്തു കൊടുക്കണം. അത് ഭയത്താലല്ല ചെയ്യേണ്ടത്. ആൾക്കാരെ എല്ലാവരുമേ നീ ഭാര്യ ചെയ്തില്ലെങ്കിൽ ബെൽറ്റൂരി അഴിക്കാൻ പോയിടും. அப்படி பயமல்ல இங்கே சொல்லுது. பெல்ட் சூரி அடிക്കുന്ന ഭയമല്ല சொல்லுது. അല്ലെങ്കിൽ നീ ഒരു കമ്പെടുത്ത് അടിക്കുന്ന അല്ലെ കൈ കൊണ്ട് അവിടെ ചെള്ളയ്ക്ക് അല്ലെങ്കിൽ മോത്തെ അടിക്കുക, ആ ഭയത്തെ അല്ല சொல்லுது. സ്നേഹത്താലുള്ള ഭയം, നേസത്താലുള്ള ഭയം നിനക്ക് വന്നിടണം. ആ ഭയത്തെ പറ്റിയാണ് ഇங்கே ആണ്ടവർ சொல்லுது. അതായത് നിന്റെ ഭാര്യയെ നീ നേസിക്കണം, നീ ഭാര്യയെ നേസിക്കണം. അതേപോലെ ഭാര്യ എന്നാ பண்ணണം? ആ നേസത്താലുള്ള ഭയം നിന്നിൽ വരണം. അത് എപ്പം വരും? ആ നേസത്താലുള്ള ഭയം നിങ്ങൾ തമ്മിൽ നേസിക്കുമ്പോൾ തന്നെ വരും. അതായത് ആണ്ടവർ നമ്മളെ അടിച്ചിടും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഭയപ്പെടുക. നമുക്ക് ആണ്ടവരുടെ ഭയം ഇരിക്കുകയില്ല. നിങ്ങൾ പാട്ട് നോക്ക്, നിങ്ങൾ ആണ്ടവരുടെ ഭയം കിടക്കുമോ ഇല്ലയോ? നിങ്ങൾ തന്നെ എന്ന് വാസ്തവം. നമുക്ക് ആണ്ടവരുടെ ഭയം ഇരിക്കേ. അവർ താൻ നമ്മളെ പോറ്റുന്നത്, അവൻ താൻ നമ്മളെ പരിപാലിക്കുന്നത്, അവൻ താൻ നമുക്ക് എല്ലാ തേവയുള്ള എല്ലാമേ കൊണ്ടുതരുന്നത്, അവൻ താൻ ഈ വീടിന്റെ ഉടമ, അവൻ താൻ നമ്മുടെ മക്കളുടെ അപ്പൻ, അല്ലെങ്കിൽ അവൻ താൻ എല്ലാത്തിനും എല്ലാമായിരിക്കുന്ന ആര് താൻ? ആ ആണ്ടവർ താൻ. അതുകൊണ്ട് നമ്മൾ സഭയായി നമ്മൾ ആണ്ടവരെ ഭയപ്പെടണം. അതേമാതിരി அப்படிதான், അല്ലെങ്കിൽ അതിന് വ്യത്യാസമേ கிடைக்காது. ആ സെയിം ഭയം നമുക്ക് ആരോട് കാണണം? ഭാര്യമാർക്ക് ആരോട് കാണണം? ഭർത്താവിനോട് കാണണം. അതായത് അതിന് വ്യത്യാസം വരാതെ അത് ഭയം. അല്ലെങ്കിൽ അവൻ അടിച്ചിടും, അല്ലെങ്കിൽ അവൻ നിന്നെ പ്രയാസപ്പെടുത്തിയിടും, അല്ലെങ്കിൽ അവൻ നിനക്ക് പ്രോബ്ലം കൊണ്ടുവന്നിടും, അല്ലെങ്കിൽ നിന്റെ ജീവനിലെ പ്രശ്നങ്ങൾ കൊണ്ടുവന്നിടും, അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ നിറക്കി വിടും. അതൊന്നും അല്ല കാരണം. ആ ഭയമല്ല ഇങ്ങനെ ചൊല്ലുന്നത്. ആ ഭയം ഏത് കാര്യം താൻ? നേസത്തിലുള്ള ഭയം.
നീ എപ്പടി ആണ്ടവരോട് ഭയം കാണിക്കുമോ അതേമാതിരി താൻ നീ ആരോട് നേസം കാണിക്കണം? ഭർത്താവിനോട് നേസം കാണിക്കണം. ആ നേസത്തിൽ ഭയം കാണണം എന്ന് പറഞ്ഞാൽ അവന് കൊടുക്കേണ്ടുന്ന മഹിമ, അല്ലെങ്കിൽ അവന് കൊടുക്കേണ്ട ആദരവ്, അവന് കൊടുക്കേണ്ട എല്ലാ ആദരവും നീ അവന് നൽകണം. ഒരു അടിമയെ പോലെയല്ല. നീ ഒരു അടിമ എപ്പടി യജമാനെ ഭയക്കുന്നുമോ ആ രീതിയിലല്ല. ഇങ്ങനെ അടിമയും യജമാനും എന്നുള്ള രീതിയല്ല. അല്ലെങ്കിൽ ഒരു ഉടയവനും അല്ലെങ്കിൽ ഒരു വേലക്കാരനും തമ്മിലുള്ള രീതിയല്ല. ഒരു ബിസിനസിന്റെ ഓണറും വേലക്കാരും തമ്മിലുള്ള ഭയമല്ല. ഈ ഭയം എപ്രകാരമുള്ള ഭയം? താൻ നേസത്തിലുള്ള ഭയം. അവൻ നിന്നെ എന്തെങ്കിലും പണിടും എന്ന് വിചാരിച്ചല്ല നീ നേസിക്കേണ്ടത്. അവൻ നിന്റെ കണവര്, അവൻ നിന്റെ ഭർത്താവ്, അവനെ നീ നേസിക്കേണ്ട ആവശ്യം നിനക്ക് കിടക്കുക. അവൻ നിന്നെ പോറ്റി പുലർത്തുന്നു, അവൻ നിനക്ക് തേവയാതെ എല്ലാം തരുന്നു, അവൻ നിനക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അവൻ നിന്നെ നേസിക്കുമ്പോൾ നീ അവനെ ഭയപ്പെട്ട് അവനെ നേസിക്കണം. അല്ലെങ്കിൽ ആ ഭയത്തോടുള്ള, അതായത് ഒരു യജമാനനും ഒരു വേലക്കാരനും തമ്മിലുള്ള ഭയമല്ല, അല്ലെങ്കിൽ ഒരു യജമാനും ഒരു ദാസനും തമ്മിലുള്ള ഇതല്ല, ഒരു യജമാനും അടിമയായിട്ടുള്ള ഭയമല്ല. അന്ന് ആണ്ടവരെ എപ്രകാരം നമ്മൾ നേസിക്കണം, ആണ്ടവരെ നമ്മൾ എപ്രകാരം നമ്മൾ ഭയപ്പെടുന്നുവോ അതേമാതിരി താൻ നമ്മൾ ഭാര്യമാരെ എന്നെ പറയണം, ഭർത്താക്കന്മാരെ നേസിക്കണം, അവരോട് ഭയപ്പെടണം, അവരോട് നേസം കാണിക്കണം. എൻ്റെ സമയം മുടിഞ്ഞാച്ച ഞാൻ നിർത്തുക. നമ്മളൊരു കാര്യം കേട്ടാച്ചേ, ഭാര്യമാരെ ഭർത്താക്കന്മാരെ നേസിക്കണം, ഭർത്താക്കന്മാരെ ഭാര്യമാരെ നേസിക്കണം, ഭാര്യമാരെ ഭർത്താക്കന്മാരെ ഭയപ്പെടണം. അത് നേസം കൊണ്ടുള്ള ഭയം, അല്ലെങ്കിൽ നേസം കൊണ്ടുള്ള ആ നേസത്തെയാണ് അങ്ങ് കാണിക്കുന്നത്. ആണ്ടോടെ നാം മഹിമപ്പെടുവാൻ. എൻ്റെ നമ്പർ ഞാൻ പിന്നെ ചൊല്ലിട. എൻ്റെ നമ്പർ 9791843308 9791843308 97933008 എൻ്റെ നമ്പർ താൻ. എപ്പം വേണമെങ്കിലും നീ ഇങ്ങനെ കൂപ്പിടാം. ഇങ്ങനെ ആണ്ടോട് സത്യം നിന്റെ ചൊല്ലിക്ക്. ഇങ്ങനെ ആണ്ടോട് നമുക്കൊരു ഒരു പടം നമുക്ക് വരച്ചു തന്നിരിക്കുക, അല്ലെങ്കിൽ ആണ്ടോട് നമുക്കൊരു സത്യം നമുക്ക് വിരിച്ചു തന്നിരിക്കുക. ആ സത്യം ഒരു മർമ്മം, അല്ലെങ്കിൽ അടഞ്ഞു കിടന്ന ഒരു മർമ്മത്തെ വെളിപ്പെടുത്തിയിരിക്കെ നമ്മളും സഭയും ആണ്ടവരുമായിട്ടുള്ള അതേ റിലേഷൻ താൻ ഭർത്താവും ഭാര്യയുമായിട്ടുള്ള റിലേഷൻ ഇരിക്കണം. അല്ലെങ്കിൽ ഒരു നേസം ഉണ്ടായിരിക്കണം. എപ്പോഴേ ആണ്ടവർ നമ്മളെ പോറ്റിപ്പുലർത്തുന്നോ അതേപോലെ ഭാര്യയെ നമ്മൾ പോറ്റിപ്പുലർത്തേണ്ട ആവശ്യമിരിക്കെ, അവളോട് നേസം കാണിക്കേണ്ട ആവശ്യമുണ്ട്, അവൾക്ക് വേണ്ടിയതെല്ലാം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നീ അവളെ നേസിക്കുമ്പോൾ അവൾ നിന്നെ വിടുകയില്ല. ആണ്ടവരുടെ നാം മരിപ്പാടെ. ആമേൻ.